ഇനി നമുക്ക് സപ്ലൈകോയിലേക്കൊന്നു പോകാം. ഓണക്കാലത്ത് ആശ്വാസമായി സപ്ലൈകോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള കിറ്റുകൾ സഹിതം ഒരുക്കിയാണ് സപ്ലൈകോയുടെ ഓണ വിപണി. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 300 ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ശബരി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. 9 പ്രീമിയം ശബരി ഉൽപ്പന്നങ്ങളുമായി 299 രൂപയുടെ ശബരി സിഗ്നേച്ചർ കിറ്റ് മുതൽ 30 ഇനങ്ങൾ അടങ്ങിയ 2000 രൂപയുടെ പ്രീമിയം കിറ്റുകൾ വരെ റെഡി ആയിട്ടുണ്ട്. ഇതോടെ ഓണക്കാലത്ത് സാധനങ്ങൾ വാങ്ങാൻ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വൻ തിരക്കാണ്. MG പ്രതീഷ് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് സപ്ലൈകോയിലെ കാഴ്ചകളുമായി. പ്രതീഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് ആശ്വാസത്തിന് ഒരു കേന്ദ്രമാണ് സപ്ലൈകോ എന്ന് പറയുന്നത്. അവിടെ എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ആണെങ്കിൽ 90% ടെൻഷൻ തീർന്നു എന്നുള്ളതാണ്. സപ്ലൈകോ ഒക്കെ സജീവമല്ലേ? വൻ തിരക്കല്ലേ അവിടെ അനുഭവപ്പെടുന്നത്? ഒന്നിനും ഒരു കുറവില്ലല്ലോ. ആര്യ, തീർച്ചയായും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓണക്കാലത്ത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ സപ്ലൈകോ ഓണവിപണിയെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ സപ്ലൈകോ പീപ്പിൾസ് ബസാറിലാണ്. ഈ ബസാറിലേക്ക് കയറിപ്പോകുന്ന വഴിയാണിത്. ഇവിടെ ആദ്യം ഒരു ആൾ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് വിലവിവര പട്ടികയാണ്. സപ്ലൈകോയെ സംബന്ധിച്ച് വലിയ വിലക്കിഴിവുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഈ വിലവിവര പട്ടികയിലേക്ക് വന്നാൽ ഈ സബ്സിഡി ഐറ്റം, അതാണ് പ്രധാനമായും ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. 13 സബ്സിഡി ഇനങ്ങളാണ് ഈ സപ്ലൈകോ വഴി ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതിനൊപ്പം തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളും ഉണ്ട്. അതിനു പുറമെ തന്നെയാണ് ശബരി ബ്രാൻഡും ഇത്തവണ സപ്ലൈകോ നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഈ ഓണക്കിറ്റാണ്. ഉത്രാടം കിറ്റും ഒപ്പം തിരുവോണ കിറ്റും ഇത്തവണ സപ്ലൈകോ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. 1500 രൂപ വിലയുള്ള ഈ കിറ്റിൽ ഇത്രയിലധികം സാധനങ്ങളുള്ളത്. ഇതിൽ സപ്ലൈകോ തന്നെ പറയുന്നത് 1880 വിലയുള്ള സാധനങ്ങൾ 1500 രൂപയ്ക്ക് നൽകുന്നു എന്നതാണ്. തിരുവോണം കിറ്റാണെങ്കിൽ 2540 രൂപ മൂല്യമുള്ള സാധനങ്ങൾ 2000 രൂപയ്ക്ക് നൽകുന്നു എന്നതാണ് ഈ തിരുവോണം കിറ്റിന്റെയും ഉത്രാട കിറ്റിന്റെയും പ്രത്യേകത. ഇനി ഈ സപ്ലൈകോ യൂണിറ്റിലേക്ക് വന്നാൽ, ഈ ഓണ വിപണിയിലേക്ക് വന്നാൽ വലിയ തിരക്കാണ്. പക്ഷേ ഇപ്പോൾ ഈ 3 മണി സമയമായതുകൊണ്ട് ആളുകളുടെ ചെറിയ കുറവുണ്ട്. എന്നാൽ പോലും ആളുകൾ വലിയ ഒരു ആശ്രയിക്കുന്ന ഒരിടം കൂടിയാണ് ഈ ഓണക്കാലത്ത് പ്രധാനമായും സപ്ലൈകോ യൂണിറ്റുകൾ. അതുകൊണ്ട് തന്നെ ഈ വിലക്കുറവ് ഈ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സാധനങ്ങൾ വാങ്ങി മടങ്ങുന്ന കാഴ്ചകളാണ്. മറ്റൊന്ന് നേരത്തെ കാണിച്ച ഈ 2000 രൂപയുടെ കിറ്റ്, അതാണ് ഈ കാണുന്നത്. ഇതാണ് സപ്ലൈകോ പുറത്തിറക്കി 2000 രൂപയുടെ കിറ്റ്. ഏകദേശം 30ഓളം സാധനങ്ങളാണ് ഈ 2000 രൂപ കിറ്റിൽ ഉള്ളത്. മറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വലിയ വിലക്കിഴിവിൽ ഈ സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തിരക്കുണ്ടോ? ഇപ്പൊ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ഇപ്പൊ നല്ല തിരക്കുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം വരും. കിറ്റുകളൊക്കെ എങ്ങനെ ആളുകൾ കൂടുതലായി വാങ്ങുന്നുണ്ടോ? കിറ്റ് വാങ്ങിക്കുന്നുണ്ട്, ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട്. കിറ്റ് വന്ന് ചോദിച്ചു വാങ്ങിക്കുന്നു. മറ്റ് നേരത്തെ ഉള്ളതിനേക്കാൾ വിലക്കുറവാണോ സാധനങ്ങൾ? എല്ലാം വില കുറവുണ്ട്, എല്ലാം വില കുറവാണ്. വെളിച്ചെണ്ണയൊക്കെ വില ഒരുപാട് കുറഞ്ഞു. അതാണ് ആര്യ നേരത്തെ ചേച്ചി സൂചിപ്പിച്ച പോലെ തന്നെ 20 രൂപ വെളിച്ചെണ്ണയുടെ വില കുറച്ചിരുന്നു. അതും സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. അത്തരത്തിൽ മറ്റ് കടകളിലൊക്കെ തന്നെ ലഭിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെയാണ് ഈ ഓണക്കാലത്ത് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആകർഷണം? മെയിനായിട്ടുള്ള അട്രാക്ഷൻ വെച്ചാൽ കിറ്റുകളാണ്. 2000 ഇതാണ് 2000 രൂപയുടെ കിറ്റ്. വൈറ്റുള്ള ഇത്രയും സാധനമുണ്ട്. പിന്നെ 1500 രൂപയുടെ ഉണ്ട്, പിന്നെ 1000 ഉണ്ട്. പിന്നെ അല്ലാതെ ഓഫറുകളാണ്. ഏറ്റവും കൂടുതൽ FMCG സാധനങ്ങൾ ഓഫർ കൊടുക്കുന്ന അവസരമുണ്ട്. മുൻകാലങ്ങളിലേക്കാളും ഓഫർ ഇട്ട് ഒരുപാട് സാധനങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റുകളുണ്ട്, അല്ലാത്ത സാധനമുണ്ട്. പിന്നെ എല്ലാ സാധനവും ഇപ്പം അവൈലബിൾ ആണ്. ഏറ്റവും ഡിമാൻഡ് എന്താ? കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകും തന്നെയാണ്. വെളിച്ചെണ്ണയ്ക്ക് 20 രൂപ കുറച്ച്. വെളിച്ചെണ്ണയ്ക്ക് മുൻകാലങ്ങളിലെ പോലെ 229 ആക്കിയിട്ടുണ്ട്. വീണ്ടും മുൻകാലങ്ങളിൽ 220 അന്ന് വില കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത്തവണ വെളിച്ചെണ്ണയുടെ വില ഉയരാതെ പിടിച്ചു നിർത്താൻ പറ്റിയത് ഒരു വലിയ കാര്യമാണ്. ഉത്രാടപ്പാച്ചിലായിട്ടില്ല, അപ്പോഴും തിരക്കുണ്ടോ? ഒന്നും ആയിട്ടില്ല, എന്നിട്ട് പോലും തിരക്കുണ്ട്. പിന്നെ കിറ്റുകൾ ഒരു പ്രസ് ക്ലബിനായാലും കേസരിക്കായാലും പിന്നെ അല്ലാതെ വേറെ ഉണ്ട്. പിന്നെ നമ്മള് ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട്, കാർഡ് 500 രൂപയുടെ 1000-ന്റെ. അത് ഏകദേശം ഇവിടെ തന്നെ 402ഓളം കിറ്റ് പോയിട്ട് കൂപ്പൺ പോയിട്ടുണ്ട്. പിന്നെ 1000-ന്റെ ഒരു 56 പോയിട്ടുണ്ട്. പൊതുവെ പറഞ്ഞു നല്ലൊരു ഓണം വൈബാണ്. അതാണ് അറിയാ, ആളുകളെ സംബന്ധിച്ച് വലിയ ആകർഷണമാണ് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത്. കിറ്റുകളായാലും സബ്സിഡി ഉൽപ്പന്നങ്ങളായാലും മറ്റു ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കുറവുകളൊക്കെ തന്നെ വലിയ ഒരു ആശ്വാസമായി മാറുകയാണ്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഉൽപ്പന്നങ്ങൾ ഓണക്കാലം പ്രമാണിച്ച് വില കുറച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ തന്നെ ഫലം വിപണിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളും ഈ സപ്ലൈകോയിലേക്ക് എത്തുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസത്തെ കൂടി കണക്കെടുത്താൽ ഒരു സർവകാല റെക്കോർഡിലേക്ക് സപ്ലൈകോയുടെ വിറ്റുവരവ് എത്തി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം
200 കോടി രൂപയാണ് ഇത്തവണ ഈ ഓണക്കാലത്തൊരു വിറ്റുവരവ് സപ്ലൈകോയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനിയും തിരുവോണം ഒപ്പം ഉത്രാടപ്പാച്ചിലേക്കൊക്കെ പോകാനുള്ള സമയമായതേ ഉള്ളൂ. പക്ഷേ അപ്പോഴേക്കും വലിയ വിറ്റുവരവ് സപ്ലൈകോ നേടിയിരിക്കുന്നു. എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് സപ്ലൈകോയുടെ ഓണവിപണി നൽകുന്നത്. തീർച്ചയായും MG പ്രതീഷാണ് തിരുവനന്തപുരത്തെ ഒരു സപ്ലൈകോയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും സപ്ലൈകോകളെല്ലാം വളരെ ഉഷാറാണ്, അവിടെ സാധനങ്ങളെല്ലാം സ്റ്റോക്കുണ്ട്. ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ടുള്ള പല വില നിരക്കിലുള്ള കിറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സദ്യ ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം ഒരു ഒറ്റ കിറ്റായി കിട്ടുന്നത് കൊണ്ടുകൂടി അതിന് നല്ല വിലക്കുറവ് ഉള്ളതുകൊണ്ടുകൂടി ആളുകൾക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സപ്ലൈകോകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്.